ഇനിയും ഭരിക്കും. പറയാൻ കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഭരണമായിട്ട് പിണറായി സർക്കാരിന്റെ മൂന്നാം ഊഴം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മൂന്നാമതും ഭരണമല്ലേ. ഇപ്പോൾ പരിക്ക് വെച്ച് നിർത്തിയതെല്ലാം തുടങ്ങി തീരണ്ടേ. അല്ല, അതിനാണല്ലോ ഇവരെ കയറ്റിയത്. അല്ല ഒരു അത് കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ഇവരെ കയറ്റിയ ജനങ്ങൾ. പിന്നെ വീണ്ടും അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യാനാ? ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം നിയോജക മണ്ഡലത്തിലാണ്. അപ്പം ഇവിടെ ഒരു 20 വർഷത്തിൽ ഏറെയായിട്ട് ഭരണം നടത്തി വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇപ്പം നിലവിൽ ഇവിടുത്തെ MLA CK ആശയാണ്. അപ്പം ഇടത് സർക്കാർ ഇനി തുടർഭരണം നടത്തണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതും ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായത്തിലാണോ അവർ നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അപ്പം പിണറായി സർക്കാർ തുടർഭരണം നടത്തുന്ന തോന്നുന്നുണ്ടോ? ഇനിയും ഭരിക്കും. പറയാൻ കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഭരണമായിട്ട് വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? വികസനങ്ങളും എല്ലാത്തിനും പാവങ്ങൾക്ക് സഹായങ്ങളും പെൻഷൻ കിട്ടണ അങ്ങനെ എല്ലാ കാര്യവും കൊണ്ട് പെൻഷൻ അതായത് 600 രൂപ കോൺഗ്രസിന്റെ സമയത്ത് കിട്ടിയിരുന്ന പെൻഷൻ ഇപ്പം അതിപ്പോ 2000 രൂപ ആയില്ലേ. എന്നിട്ട് അതൊരു നിസ്സാര കാര്യമായിട്ടാണ് ചിലരൊക്കെ ഇതിനെ പറയുന്നത്. അപ്പം അതിനോട് എങ്ങനെയാ ചേട്ടൻ പ്രതികരിക്കുന്നത്? ഈ സാധാരണ രോഗികളായവർക്കൊക്കെ ഈ 2000 രൂപ കിട്ടണമെന്ന് പറയുമ്പോൾ ഒരു വലിയ അനുഗ്രഹമാണത്. അതെ, അത് ചെറിയ കാര്യമല്ല. അതൊരു ചെറിയ കാര്യമല്ല. ഈ പിണറായി സർക്കാർ സാധാരണക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിട്ട് തോന്നിയിട്ടുണ്ടോ? സർക്കാരാ. ഇനി ഈ വൈക്കം മണ്ഡലത്തിൽ എന്തെങ്കിലും വികസനങ്ങൾ വേണം, അനിവാര്യമാണ്, ഇനി മാറ്റങ്ങൾ വരണം എന്ന് തോന്നുന്നുണ്ടോ? വേണം, ഇനിയും വേണം. ഇനിയും ഈ സർക്കാർ തന്നെ കൊണ്ടുവരണം മാറ്റങ്ങൾ. ഈ സർക്കാർ തന്നെ വരണം, എന്നാലേ അത് ഉണ്ടാവുള്ളൂ. മാറ്റം അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വൈക്കത്തിന്റെ വികസന കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ഇടത് സർക്കാർ? വികസനം എന്ന് വെച്ചാൽ ഉണ്ട്, വികസനം ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ഈ സംവരണം മാറിയിട്ട് പുതിയൊരു രീതിയിലേക്കാകണമെന്നുണ്ട്. അതെ, അപ്പം അങ്ങനെ വികസനങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ വിഷമങ്ങൾ കണ്ട് മനസ്സിലാക്കി ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു പാർട്ടി ആയിരിക്കണം ഇനി നിലവിലെ ഭരണത്തിൽ എത്തേണ്ടതെന്ന് ആഗ്രഹിക്കുന്നു. ഈ പാർട്ടി അതേപോലെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നിലവിൽ ഈ പാർട്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ക്ലാരിറ്റി ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വേണമെന്നുണ്ട്. സാധാരണക്കാരൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. അപ്പം പിണറായി സർക്കാരിന്റെ മൂന്നാം ഊഴം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മൂന്നാമതും ഭരണമല്ലേ. ഇപ്പോൾ പരിക്ക് വെച്ച് നിർത്തിയതെല്ലാം തുടങ്ങി തീരണ്ടേ. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെയൊക്കെ വിഴിഞ്ഞം ഇതൊക്കെ തുറമുഖമൊക്കെ ഡെവലപ്മെൻ്റ് ആവുന്ന ഇപ്പോൾ അടുത്തൊരു പിന്നെ ഒരാൾ വരുമ്പോൾ പഠിച്ചു വരുമ്പോൾ നേരം വിളിക്കും. അപ്പോൾ അതിന് മുമ്പ് ഇവർ തന്നെ കണ്ടിന്യൂ ചെയ്ത് വേണം ഏറ്റവും സുഖം. പെൻഷൻ കാര്യത്തിലാണെങ്കിലും പെൻഷൻ കാര്യം നല്ല വർധനവ്. 1800 ഈ 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട വീട്ടിൽ എന്തെന്ന് കാര്യം നടക്കുന്ന ഈ പറയുന്നത്. ഇതിനു മുന്നേ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇതുപോലും ഇല്ലായിരുന്നൊരു സമയം ഉണ്ടായിരുന്ന 18 മാസം കാലയളവിൽ കുടിശ്ശികയായിട്ട് കിടന്നിട്ടുണ്ട്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സർക്കാർ മാറ്റം കൊണ്ടുവരുന്നു. അല്ല, അതിനാണല്ലോ ഇവരെ കയറ്റിയത്. അത് കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ഇവരെ കയറ്റിയ ജനങ്ങൾ. പിന്നെ വീണ്ടും അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യാനാ? ഈ 800 രൂപ 2 മാസം കൂട്ടിയിട്ടുണ്ട് ഈ 5 വർഷം കൊണ്ട്. അത്രയല്ലേ കൂട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടൊരു കുടുംബം നടന്നു പോകും. അത് കുറേയൊക്കെ ആൾക്കാർ അതൊരു ചെറിയ നിസ്സാര കാര്യമല്ല, പെൻഷന്റെ കാര്യത്തിൽ ഒരു നിസ്സാര കാര്യമല്ലെന്നാണല്ലോ ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും അത് പാവപ്പെട്ടവർക്ക് കുറെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഒന്നുമില്ല, ഒരു ഇതുമില്ല അതിനകത്ത്, ഒരു കാര്യമില്ല. അവർ ഈ പെൻഷൻ കൊടുക്കലിലും ഇല്ല, ഭരണത്തിലും ഇല്ല. ഭരണം മാറ്റം അത്യാവശ്യമാണ്. എങ്ങനെ വരും ഇല്ലയോ എന്നുള്ള പിന്നത്തെ കാര്യം. ഭരണം മാറ്റം അത്യാവശ്യമാണ്. ഈ മണ്ഡലത്തിൽ ഭരണമാറ്റം അത് പ്രത്യേകിച്ചും വൈക്കം താലൂക്കിലെ ഈ അമ്പലവും ഈ പള്ളിയുടെയും പേരല്ലാതെ വേറെ യാതൊരു പ്രയോജനമില്ല. ഇവിടെ യാതൊരു പാവപ്പെട്ടവന് ജീവിക്കാൻ രക്ഷയില്ല. ഇവിടെ ഓട്ടോറിക്ഷക്കാരായാലും ശരിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തള്ളി മാറ്റിയിടായി വെയിലത്ത് കിടക്കല്ലാതെ അവർക്ക് ഷെഡ് വെച്ച് കൊടുക്കാനോ ഒന്നിനും ഇവിടെ വൈക്കം താലൂക്കിൽ നടന്നിട്ടില്ല. ഇവിടെ കിടക്കുന്ന ഓട്ടോറിക്ഷക്കാർ പോലും മൊത്തം ഈ വെയിലത്ത് കിടക്കുന്നവരെ നേരം വെളുത്ത വൈകുന്നേരം വരെ അത് നോക്കാനോ പറയാനോ ആളില്ല. മുതലാളിമാർ സുഖിക്കുന്നു, ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവും. ഭരണം മാറ്റം അത്യാവശ്യം കൊടുക്കണത് ഒരു വീട്ടുകാരുടെ 50 രൂപ വെച്ച് അവർക്ക് ശമ്പളം ഉണ്ട്. അല്ലാതെ അവർക്ക് 80 രൂപ വെച്ച് സർക്കാർ വേറെ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ 50 രൂപ വെച്ച് മേടിക്കേണ്ടവർ.
അപ്പൊ പെൻഷൻ അല്ല വികസനത്തിന്റെ അടിത്തറ എന്നാണ് പറയുന്നത്. പിന്നെ പെൻഷൻ എങ്ങനെ വികസനം പെൻഷൻ അപ്പൊ മറ്റ് സർക്കാരുകൾ ഇതിനു മുന്നേ ഭരിച്ചിരുന്ന സമയത്ത് ആരും ഭരിച്ചിട്ടില്ല. നമ്മുടെ ഓർമ്മ വെച്ച കാലം പോലെ CPI മണ്ഡലമായത്. ഇവിടെ അല്ല ചേട്ടാ, പൊതുവെ പറയുവാണെങ്കിൽ പൊതുവെ ഇപ്പൊ ഇവരുടെ LDF ഭരണം വന്നിട്ട് ഇപ്പൊ 10 വർഷമല്ലേ ആയുള്ളൂ. ഈ 10 വർഷം കൊണ്ട് എന്നാ വികസനം നടത്തി? ഖജനാവ് ദൂർത്തടിച്ചതെന്നല്ലാതെ എന്തെങ്കിലും ഒരു വികസനം നടത്തിയിട്ടുണ്ടോ? അപ്പം ഇനി മാറ്റം അനിവാര്യമാണ്. മാറ്റം ഇല്ലാണ്ട് പറ്റൂല. മാറ്റം അനിവാര്യമാണ്. മാറ്റം ഇല്ലാതെ പറ്റൂല. അവര് വികസിക്കും, പക്ഷെ നാടും വികസിക്കുന്ന നാട്ടുകാരും വികസിക്കുന്നില്ല.